2024 കുട്ടികൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കോഴ്സ് അതേതായിരിക്കും? BSc നേഴ്സിംഗ് എന്നായിരിക്കും പൊതുവെ എല്ലാവരുടെയും ഉത്തരം. പക്ഷേ അത് BSc നേഴ്സിംഗ് അല്ല, അത് BCA ആണ്. വെറും BCA അല്ല, BCA ആഡ് ഓൺ കോഴ്സുകൾ, BCAയുടെ കൂടെ ഡിപ്ലോമ കോഴ്സുകളും, ഡിഗ്രി പ്ലസ് ഡിപ്ലോമ. അതെ, ആ കോഴ്സാണ് 2024 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കോഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് കോഴ്സിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതിൽ BCA പറ്റി കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് സംസാരിക്കാം. BCAയുടെ കൂടെ നമുക്ക് ആഡ് ഓൺ കോഴ്സായിട്ട് ഏതൊക്കെ ഡിപ്ലോമ കോഴ്സുകൾ എടുക്കാം, അതിന്റെയൊക്കെ ജോലി സാധ്യത എന്താണ്, ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതിന് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സമയം സംസാരിക്കാം. ആദ്യം തന്നെ നമുക്ക് BCA പ്ലസ് AI ആൻഡ് ML അഥവാ BCA പ്ലസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന കോഴ്സിനെ പറ്റി പറയാം. AI ആൻഡ് ML ആ കോഴ്സാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BCAക്ക് ഇത്രയും കൂടുതൽ ഹൈപ്പ് കൊണ്ട് തന്നെ. കോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളിലും, എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും, അതായത് ഫോണ്, TV, ഫ്രിഡ്ജ്, AC, അങ്ങനെ എല്ലാത്തിലും ഇന്ന് AI ഉണ്ട്. AI നമ്മുടെ നാട്ടിൽ വളരെ വിപ്ലവകരമായ ഒരു മാറ്റമാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും എംപ്ലോയീസിന് പകരമായിട്ടും എല്ലാ ടെക്നിക്സിനെയും മാറ്റിമറിച്ചുകൊണ്ടാണ് AIയുടെ വളർച്ച പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ടെക്നിക്കൽ പാർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓപ്പറേഷൻ പാർട്ട് പഠിക്കുക എന്നുള്ളത് ഇനിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് BCAയോടൊപ്പം ഈ ഒരു ആഡ് ഓൺ കോഴ്സ് അത് ഡിപ്ലോമ ആയിട്ടാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ജോലി സാധ്യതയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ കിട്ടുന്നത്. അതായത് ഒരു കണ്ടിന്യൂറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഓരോ മാസം കൂടുന്തോറും അപ്ഡേഷൻ വരുന്നുണ്ട്. അതേപോലെയാണ് നമ്മുടെ ഈ ടെക്നോളജിയിലും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ AI ആണ് പഠിക്കുന്നതെങ്കിൽ അടുത്തത് മെറ്റാവേഴ്സ് പോലുള്ള വരും ടെക്നോളജികളാണ്. അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്വേർഡ് ആയി പോകും. സോ BCAയുടെ കൂടെ ഇന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നമ്പർ 1 ആഡ് ഓൺ കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AI ആൻഡ് ML അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. അടുത്തതായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ആഡ് ഓൺ കോഴ്സാണ് സ്റ്റാക്ക് ഡെവലപ്മെന്റ്. സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ ഡിസൈനിങ്, റണ്ണിങ് തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇപ്പം എല്ലാ ബിസിനസ്സിലും വെബ്സൈറ്റിന്റെ ആ ഒരു ആവശ്യകത ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്കോപ്പും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. മറ്റൊരു ആഡ് ഓൺ കോഴ്സാണ് സൈബർ സെക്യൂരിറ്റി. സൈബർ സ്പേസിന്റെ യൂസേജ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. ഈ സൈബർ സ്പേസിന്റെ യൂസേജ് കൂടുന്തോറും അതിനനുപാതമായിട്ട് തന്നെ സൈബർ ക്രൈംസും കൂടുന്നുണ്ട്. പല രീതിയിലാണ് സൈബർ ക്രൈംസ് ഇന്ന് നടക്കുന്നത്. പലരും പല ചതിക്കുഴികളിലും പെടുന്നുണ്ട്. അതിനെതിരെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രിവെൻഷൻ, അതാണ് സൈബർ സെക്യൂരിറ്റി. സോ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, സൈബർ സ്പേസിന്റെ യൂസേജ് ദിനം പ്രതി കൂടുന്നു, അപ്പോൾ കുറ്റകൃത്യങ്ങളും കൂടുന്നു. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി വളരെ ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ചാൻസും ഞാൻ കൂടുതലായിട്ട് ഇനി പറയേണ്ടതില്ല. ഇനിയുമുണ്ട് കുറെ ആഡ് ഓൺ കോഴ്സുകൾ. എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് BCAയുടെ കൂടെ പഠിക്കാൻ പറ്റും. ഈ കോഴ്സുകളൊക്കെ നമുക്ക് നമ്മുടെ പാഷനും നമ്മുടെ താല്പര്യങ്ങളും നോക്കിയിട്ട് ചൂസ് ചെയ്യാം. വളരെ കൃത്യസമയത്ത് അപ്ഡേഷൻ ചെയ്യുകയും കോഴ്സുകളും സാധ്യതകളും മാറുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള, മെഡിക്കലിനോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ മെഡിക്കലിനെക്കാട്ടിലും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് BCA കോഴ്സുകൾ. കൊറോണ ടൈമിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത് IT ഫീൽഡിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. കൊറോണ കാരണം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ മാറ്റങ്ങളിൽ ഏറ്റവും വലിയ മാറ്റമാണ് നമ്മൾ സൈബർ സ്പേസിൽ ഉപയോഗം.
സൈബർ സ്പേസിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതികൾ തന്നെ മാറി, എല്ലാ കാര്യങ്ങളും മാറി. അതിനനുസരിച്ച് ഒരുപാട് സാധ്യതകൾ നമുക്കിടയിൽ ഉണ്ടായി. അത് മനസ്സിലാക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഓൺട്രപ്രണർ ആവാൻ വരെയുള്ള ചാൻസ് ഇതിനകത്തുണ്ട്. കൃത്യമായിട്ടൊരു ബിസിനസ് ഐഡിയ ഫോർമുലേറ്റ് ചെയ്യാനും അത് നടപ്പിലാക്കാനും ഉള്ള ടെക്നിക്കൽ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഈ കോഴ്സുകൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും. സോ ഒരു എംപ്ലോയി ആവാനും അതേപോലെ തന്നെ ഒരു ഓൺട്രപ്രണർ ആവാനും ഒക്കെ നമുക്ക് ഈ കോഴ്സിലൂടെ സാധിക്കുന്നുണ്ട്. ഈ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോളേജുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. CUET എക്സാംസ് ത്രൂ ഒക്കെ നമ്മൾ കോളേജുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ BCA മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആഡ് ഓൺ കോഴ്സുകൾ നമുക്ക് നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലും പ്രൈവറ്റ് കോളേജുകളിലും ഒക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഒരു പ്രോപ്പർ കരിയർ മൾട്ടിനാഷണൽ ലെവൽ കമ്പനീസിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് പറ്റുന്ന സ്ഥലങ്ങളിൽ പോയി പഠിക്കണം. നമ്മൾ ഇന്ത്യൻ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി പോലുള്ള IT ഹബ്ബുകളായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വേണം നമ്മൾ ഈ കോഴ്സുകൾ പഠിക്കാൻ. നിങ്ങൾക്കൊരു IT പ്രൊഫഷണലായിട്ട് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷനും നിങ്ങളുടെ താല്പര്യവും അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏതാണ് എന്ന് ഞാൻ തിരഞ്ഞെടുത്തു തരാം. അതിന് നിങ്ങളെ സഹായിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കും അതേപോലെ നിങ്ങളുടെ പേരൻസിന്റെ ആഗ്രഹത്തിനും അനുസരിച്ച് മുൻപോട്ട് പോകാൻ ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അതിനായിട്ട് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനായിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. നന്ദി, നമസ്കാരം.